നമസ്കാരം. ഇടതുമുന്നണിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് RJD നേതാവ് MV ശ്രേയാംസ് കുമാർ. മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ് RJD. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPM മാന്യത കാട്ടണമായിരുന്നു. രാജ്യസഭാ സീറ്റ് കാര്യത്തിൽ ചർച്ച പോലും ഉണ്ടായില്ല. രാജ്യസഭ അംഗത്വമായാണ് 2018 ഞങ്ങൾ മുന്നണിയിലെത്തിയത്. 2019 ഞങ്ങളുടെ സീറ്റ് CPIക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരു പരിഗണനയും കിട്ടിയില്ല. 2024 ആ സീറ്റ് തിരികെ നൽകാൻ CPI തയ്യാറാകണമായിരുന്നു. മുന്നണിയിലേക്ക് വലിഞ്ഞുകേറി വന്നവരല്ല തങ്ങൾ, ക്ഷണിച്ചിട്ട് വന്നതാണ്. JDS സാങ്കേതികമായി ദേശീയ തലത്തിൽ BJPക്കൊപ്പമാണ്. കേരളത്തിലെ ഘടകം BJPക്കൊപ്പമല്ലെങ്കിലും അവരുടെ നേതാവ് കേന്ദ്ര സർക്കാരിൽ മന്ത്രിയാണെന്നും ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് RJDക്ക് മന്ത്രി പദവി വേണമെന്നും ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യം ന്യായമാണ്, പരിഗണിക്കണം. LDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതല്ല, മറ്റു പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതുകൊണ്ട് പോകാൻ കഴിയാതിരുന്നതാണ്. JDSന് നൽകുന്ന പരിഗണന പോലും മുന്നണിയിൽ തങ്ങൾക്ക് നൽകുന്നില്ല. ഒരു തരത്തിലും BJPയുമായി വിട്ടുവീഴ്ച ചെയ്യാത്ത പാർട്ടിയാണ് RJD. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDS ഒരേ കൊടിയാണ് രാജ്യത്തെമ്പാടും ഉപയോഗിച്ചത്. പ്രവർത്തകർ നിരാശരാണ്. മുന്നണിയുടെ ഐക്യത്തിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ട് മുന്നണി മാറ്റം നിലവിൽ അജണ്ടയിലില്ല. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണം. UDFൽ പരിഗണന കിട്ടിയെന്ന് പറയുന്നില്ല, LDFൽ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് നിന്നാൽ പോരെ എന്ന് പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. UDFിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ മാറ്റമൊന്നും ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ ഇടതു സ്വഭാവമുള്ള പാർട്ടിയാണ്, LDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.